ഇതാണ് എൻ്റെ കുഴപ്പം. ഞാൻ പണ്ടേ ഇങ്ങനെയാണ്. ഏതെങ്കിലും വണ്ടിയിൽ കയറിയ കാറ്റടിച്ചാൽ ഞാൻ ഓടെ ഉറങ്ങും. അക്കോർഡിംഗ് ടു എൻ്റെ ഒരു ഉദ്ദേശം, എനിക്ക് ഈ സ്വഭാവം കിട്ടിയിരിക്കുന്നത് എൻ്റെ മാമൻ്റെ കയ്യിലെന്നാണ്. ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. ചില സമയത്ത് ഈ കുംഭകർണം പാരമ്പര്യം ഒരു അനുഗ്രഹമാണ്. കാരണം കറക്റ്റായിട്ട് അത്രയും നേരം കിടന്നുറങ്ങിയിട്ട് ഡെസ്റ്റിനേഷൻ എത്തുമ്പോൾ കൃത്യമായിട്ട് എണീക്കും. ഞങ്ങൾ ആദ്യം ഇരുന്ന് ഞങ്ങളുടെ സീറ്റിലല്ല കേട്ടോ, വേറൊരു ഫാമിലി ഞങ്ങളുടെ സീറ്റിലിരുന്നുകൊണ്ട് അവരെ സ്പ്ലിറ്റ് ആക്കേണ്ടതെന്ന് കരുതി ഞങ്ങൾ മാറിയിരുന്നു. പിന്നെ അവർ പോയതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ സീറ്റിൽ തന്നെ ചെന്നിരുന്നു. എനിക്കെപ്പോഴും ഈ വിൻഡോ സീറ്റ്, അത് ബസ്സിലായിരുന്നാലും ശരി ട്രെയിനിലായിരുന്നാലും ശരി, എനിക്ക് വിൻഡോ സീറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമല്ല, മിക്കവരും ഈ വിൻഡോ സീറ്റിന് അഡിക്റ്റാണ്. പണ്ട് 4ാം ക്ലാസ് വരെ ഞങ്ങളൊരു ടാക്സിയിലാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അവിടെ എപ്പോഴും വിൻഡോ സീറ്റിന് വേണ്ടി പിള്ളേർ തമ്മിൽ അടിയാണ്. ഞാനങ്ങനെ എത്ര പ്രാവശ്യം അടിവെച്ച് കരഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? എന്തായാലും 3-3.5 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. എത്താറായ സമയത്ത് തന്നെ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടേ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നു. കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് എത്തുമെന്നറിയാം. പക്ഷേ ഞങ്ങൾ മാത്രമല്ല, കുറേ പേര് എൻ്റെ ബാക്കിൽ കണ്ടില്ലേ, വേറെ ആ വശത്തുള്ള വാതിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. സത്യം പറയാതിരിക്കാൻ വയ്യ, ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും എനിക്ക് പറ്റിയൊരു ട്രാവൽ പാർട്ട്ണർ എന്തായാലും എൻ്റെ അമ്മ തന്നെയായിരിക്കും. ആഫ്റ്റർ ഓൾ ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് യുനോ. കരുനാഗപ്പള്ളിയിൽ കുടുംബശ്രീയുടെ കീഴിലുള്ള ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. ഇത് ഒരു വിശ്രമ കേന്ദ്രം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കയറി ഞങ്ങൾ ഒന്ന് ഫ്രഷപ്പൊക്കെ ആയി. പിന്നെ അമ്മയ്ക്ക് വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് കണ്ടു ഒരു പൂച്ച എന്നെ നോക്കി മൈൻഡ് ചെയ്യാതെ പോകുന്നു. ഞാൻ വിളിച്ചിട്ടൊന്നും കേട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഞാൻ മസാല ദോശ അമ്മ ഇഡലി ആയിട്ട് ഓർഡർ ചെയ്തത്. ഞാൻ എന്തിനാണിത് വാങ്ങുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം അതിൻ്റെ അകത്തുള്ള ഉരുളക്കിഴങ്ങും സംഭവം ഒരു മസാല വെച്ചിരിക്കുമല്ലോ, അത് ഞാൻ കൂട്ടത്തില്ല. എന്നിട്ട് ഈ ദോശേനെ ഞാൻ സാമ്പാറും കൂട്ടിയാണ് കഴിക്കുന്നത്. ഇതിനേക്കാൾ എനിക്ക് നെയ് റോസ്റ്റ് വാങ്ങി കഴിച്ചുകൂടെ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെന്തോ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പോയെന്ന് വെച്ചാൽ ഈ സ്ഥലത്താണ് നമ്മൾ മെയിനായിട്ട് വന്നതെന്ന്. ഇത് അമൃതാപുരി എന്ന് പറയണോ വള്ളിക്കാവ് എന്ന് പറയുന്നോ ഭയങ്കര കൺഫ്യൂഷനാണ്. ഈ പ്ലേസ് 2 പേരിലും അറിയപ്പെടും. വള്ളിക്കാവിലൊരു മഠമാണ്. ഇത് നമ്മുടെ മാതാ അമൃതാനന്ദമയിയുടെ ആശ്രമമാണ്. കണ്ടോ എന്താ ആംബിയൻസ് അല്ലേ? ഇതൊരു ഐലൻഡ് പോലെയാണ്. നല്ല പീസ്ഫുള്ളായിട്ട് നമുക്ക് നടന്ന് ചുറ്റും കാണാനൊക്കെ പറ്റും. നല്ല ഭംഗിയാണ് ഓരോ ബിൽഡിങ്ങും ഒക്കെ കാണാൻ. പിന്നെ ഇവിടെ ഒരു ഏക്കർ കണക്കിനിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഈ കാണുന്നുണ്ടല്ലോ, ഇത് അമൃതാനന്ദമയിയുടെ അച്ഛൻ സമാധിയായ സ്ഥലം അങ്ങനെ എങ്ങാണ്ടോ ആണ്. കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്ക് വലിയ പരിചയമില്ല. പിന്നെ ഈ കാണുന്ന വീടുകളും നേരത്തെ കണ്ടില്ലേ, വലിയ ബിൽഡിങ്ങൊക്കെ, അത് ഓരോരോ ഫ്ലാറ്റുകളാണ്. ഇവിടെ ഓരോരുത്തർ താമസവും ഉണ്ട് കേട്ടോ. കൂടുതലും ഫോറിനേഴ്സാണ്. പിന്നെ എനിക്ക് തോന്നുന്നു അവർ വരാൻ കാരണം ഈ പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷം തന്നെ ആയിരിക്കും. ഇത് കണ്ടോ, അറിയാത്തവർക്കാണ് ഇത് റാന്തൽ വിളക്കെന്ന് പറയും. പഴയ കാലത്ത് വെളിച്ചത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണിത്. എന്തായാലും താഴത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ മേളിലോട്ട് കയറി കേട്ടോ. മേളിലോട്ട് മീൻസ് ഇൻ ദ സെൻസ് ഞങ്ങൾ ആ ഫ്ലാറ്റ് നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ആ ഫ്ലാറ്റിൻ്റെ മുകളിൽ കയറി. കുറേ ഫ്ലാറ്റുകൾ ഇവിടെ ഉണ്ട്. അതിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിൽ ഞങ്ങൾ കയറാമെന്ന് വിചാരിച്ചു. എൻ്റെ മോനെ, എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്താ വ്യൂ അല്ലേ! ടോപ്പ് വ്യൂ അടിപൊളിയായിരിക്കുമെന്ന് എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും അടിപൊളിയായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് തോന്നുന്നു കൊല്ലം ജില്ല മൊത്തം ഇവിടെ നിന്നാൽ കാണാൻ പറ്റുമായിരിക്കും. ഈ കാണുന്നത് എന്തോ കോളേജാണ് കേട്ടോ. ഇത് ഹോസ്റ്റലെങ്ങാണ്ടോ ആണെന്ന് തോന്നുന്നു. ഒരെണ്ണം ഒരു ബിൽഡിങ്ങും കോളേജും, ഒരെണ്ണം ഹോസ്റ്റലും, അങ്ങനെ എങ്ങാണ്ടോ ആണ്. കൃത്യമായിട്ട് ഇതിനെപ്പറ്റി എനിക്ക് അറിയാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഗഹനമായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും വ്യൂ അടിപൊളിയാണ്. എന്തായാലും ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ് ഈ ഇരിക്കുന്നത്. ഇത് കാണുന്ന എല്ലാം ഈ അമൃതാനന്ദമയിയുടെ കീഴിലാണ്. ഈ കാണുന്നതൊരു ടെമ്പിളാട്ടോ. കുറച്ച് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ അകത്ത് കയറാനൊരു ഉദ്ദേശമുണ്ട്. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് അതിൻ്റെ മുകളിൽ കയറിയപ്പോൾ ഭയങ്കര അതിശയമാണ്. കാരണം നല്ല ഭംഗിയുണ്ട്. ഇത്രയും നല്ലൊരു കാഴ്ച ഞാൻ കണ്ട കാലം മറന്നു. ഇത്രയും തെങ്ങുകളൊക്കെ കേരളത്തിലുണ്ടോ? വെറുതെ അല്ല കേട്ടോ കേരളത്തിൻ്റെ കേരളം എന്ന് പറയുന്നത്. അതായത് കേരം മീൻസ് തെങ്ങ്. ഇങ്ങനെ പറയാൻ കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഈ കേരം തെങ്ങാണ് അങ്ങനെയൊക്കെ അറിയാവോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങളെ കളിയാക്കാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞല്ലോ കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. സംഭവം എന്തായാലും ഇത്രയും തെങ്ങുകളുണ്ടായിട്ടാണ് ഇപ്പോൾ ഒരു തേങ്ങയ്ക്കൊക്കെ എന്താ വില കണ്ടില്ലേ? ഇത്രയും തെങ്ങുകളുള്ള കേരളത്തിൽ എന്തിനാണ് ഈ തേങ്ങയ്ക്കൊക്കെ ഇത്രയും വില? അപ്പോൾ വില കുറച്ച് കിട്ടേണ്ട സാധനമല്ലേ ഇത്? എന്തായാലും അടുത്തിടെയൊന്നും ഞാൻ ഇത്രയും നല്ലൊരു വ്യൂ കണ്ടിട്ടില്ല. എന്തായാലും അടിപൊളിയാണ്. അങ്ങനെ വ്യൂ ഒക്കെ ആസ്വദിച്ച് അങ്ങനെ താഴോട്ട് ഇറങ്ങി. എന്തായാലും ഇനി ഞങ്ങൾക്ക് ആ ടെമ്പിളിനകത്ത് പോകണം. ടെമ്പിളിനകത്ത് പോകുന്നതിന് മുമ്പ് ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് ഉണ്ട്. അതായത് നമ്മളുടെ ID വെരിഫിക്കേഷനൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ എന്തെങ്കിലും ID നമ്മൾ കൊടുത്തിട്ട് അവർ നമ്മളുടെ ഫേസൊക്കെ സ്കാൻ ചെയ്തിട്ട് അകത്ത് കയറ്റും. ആയാലും എൻ്റെ ഫോണിൽ ഡിജി ലോക്കർ ഉണ്ടായിരുന്നു. ID കാണിക്കാൻ പറഞ്ഞാൽ അതൊരു ഇഷ്യൂ അല്ല. ഇതാണ് ആ ടെമ്പിൾ. ഇതിനകത്താണ് നമ്മൾ കയറാൻ പോകുന്നത്. എന്തായിരുന്നാലും അകത്തൊക്കെ എനിക്ക് കാണിച്ചു തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കത്തില്ല. ഇതിനകത്ത് ക്യാമറ അലൗഡ് അല്ല. അത് കൃത്യമായിട്ട് അവിടെ പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും റൂൾസാണ്, അത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല.
അങ്ങനെ ടെമ്പിളിനകം കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടോ. അങ്ങനെ വലുതായിട്ട് അതിൻ്റെ അകത്ത് ഒരു കാളിക്ഷേത്രമാണ്, നമ്മുടെ സാധാരണ ഉള്ളതുപോലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളതുപോലെ പ്രതിഷ്ഠ ദേവിയായിരുന്നു. എന്നിട്ട് അതിനകത്ത് കുഞ്ഞു കുഞ്ഞു കുട്ടി ഷോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇത് കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ ഒരു ആനക്കുട്ടിയെ കണ്ടു. ഇതിൻ്റെ പേര് ലക്ഷ്മിക്കുട്ടി എന്നാ. നിങ്ങൾക്ക് കത്തിയോ, ജയറാമിൻ്റെ ഒരു സിനിമയിൽ ഈ ലക്ഷ്മിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ആന ഉണ്ടായിരുന്നു. നല്ല ഫണ്ണി മൂവിയായിരുന്നു കേട്ടോ. എന്തായാലും വീണ്ടും അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ആശ്രമ പരിസരമൊക്കെ ചുറ്റിക്കാണാമെന്ന് വിചാരിച്ചു. കാരണം ഇത് കണ്ടാലും തീരില്ല, അത്രയ്ക്കുണ്ട്, ഒത്തിരി കാണാനുണ്ട് കേട്ടോ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഫോറിനേഴ്സിന് താമസിക്കാനുള്ള, ഫോറിനേഴ്സ് മാത്രമല്ല ഇവിടെയുള്ള അന്തേവാസികൾക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങളാണ്. കണ്ടില്ലേ, ഒത്തിരി നടന്ന് കാണാൻ ഉണ്ട്. ഞങ്ങളിപ്പോൾ ഒരു ബീച്ച് സൈഡിലോട്ടാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്തൊക്കെയോ സംഭവം എനിക്ക് പറഞ്ഞു തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഓരോന്നോരോന്നായിട്ട്. പക്ഷേ എനിക്കറിയത്തില്ല, എന്ത് ചെയ്യാനാണ്. അറിയാമായിരുന്നെങ്കിൽ പറഞ്ഞു തരാമായിരുന്നു. എന്തായാലും ഇത് ബീച്ച് സൈഡാണ്. ഇത്രയും പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലത്ത് ഫോറിനേഴ്സ് അല്ല, ആളുകൾ വന്നില്ലെങ്കിലേ അതിശയമുള്ളൂ. ആരായാലും കുറച്ച് മനസ്സമാധാനം ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. എന്തായാലും ഇത് പോപ്പുലർ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് കേൾക്കുന്നത്. ഇത്രയും, അതായത് എനിക്ക് ഇങ്ങനെ ഒരു അമൃതാനന്ദമയുടെ മഠമുണ്ട് എന്നെനിക്കറിയായിരുന്നു. പക്ഷേ ഇത്രയും ഭംഗിയുള്ള ഒരു ഐലൻഡ് പോലെ ഇങ്ങനെ കടലും കായലും ഒക്കെ കാണാൻ നമുക്ക് സാധിക്കുന്ന ഇത്രയും നല്ലൊരു അടിപൊളി സ്ഥലമാണെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. എന്തായാലും ഈ കടൽക്കരയിൽ ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ ഊഞ്ഞാലൊക്കെ കുറേ നേരം ആടി അങ്ങനെ ആസ്വദിച്ചു. സത്യം പറഞ്ഞാൽ വന്നതിൻ്റെ പർപ്പസ് മറന്നുപോയി. അങ്ങനെ നടക്കുമ്പോഴാണ് ഈ മൂങ്ങിയെ കണ്ടോ, ശ്രദ്ധിച്ചോ, ഇതെന്ത് ഒറിജിനാലിറ്റിയ, സംഭവം ഒറിജിനൽ അല്ല. ഒരു 12 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ ഒരു പ്രൈവറ്റ് ബസ് കിട്ടി. അവിടെ നിന്ന് അങ്ങനെ കരുനാഗപ്പള്ളിക്ക് വന്നു. പിന്നെ അവിടെ ഒരു ലാൽ ക്വില എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ കയറി കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കയറിയ സമയത്ത് അവിടെ ആരുമില്ല. നല്ല ആംബിയൻസ് ആയിരുന്നു. എനിക്കിങ്ങനെ ആരുമില്ലാത്ത അങ്ങനെ ഒരു പീസ്ഫുൾ അന്തരീക്ഷമാണ് എനിക്കിഷ്ടം. പിന്നെ ഒരു ജെല്ലിക്കെട്ട് മന്തിക്ക് ഓർഡർ ചെയ്ത്, പിന്നെ ഡെസേർട്ട് ഒരു അമേരിക്കൻ സൺഡേ അങ്ങനെയാണിത് പറയുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് കഴിച്ചു. എന്തായാലും അതിൻ്റെ മേലെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ ഐസ്ക്രീം കുറച്ച് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു, എന്നിട്ട് ബാക്കി ഞാൻ കുടിച്ചു. നന്നായിരുന്നു കേട്ടോ. കാരണം ഞാൻ കുറേ നാളായിട്ട് ഷുഗർ കട്ടായിരുന്നു. ഇന്ന് ആ ഷുഗർ കട്ട് മുറിഞ്ഞു മക്കളെ. കഴിച്ച് കഴിഞ്ഞ് ഒരു 2 മണിയായപ്പോഴത്തേനും ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. കുറച്ച് നേരത്തെയാണ്, 3 മണിക്കാണ് ട്രെയിൻ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ വെയിറ്റ് ചെയ്ത് മനുഷ്യൻ്റെ, ഞാനൊന്നും പറയുന്നില്ല, എനിക്ക് നല്ല മലയാളങ്ങൾ വായിൽ വരുന്നുണ്ട്. ഇതൊരു യൂട്യൂബ് ചാനലായതുകൊണ്ടും ഒരു ഫാമിലി ഓഡിയൻസ് കാണുമെന്ന് തോന്നുന്നത് കൊണ്ടും ഞാനധികം ഒന്നും പറയുന്നില്ല. വെയിറ്റ് ചെയ്ത് മനുഷ്യൻ്റെ ക്ഷമയെല്ലാം നശിച്ചു. കാരണം ട്രെയിൻ 2 മണിക്കൂർ ലേറ്റാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ റെയിൽവേ എനിക്ക് പണി തരുന്നത്. എനിക്ക് വന്ന ദേഷ്യത്തിൻ്റെ കണക്ക് നിങ്ങൾക്ക് അറിയത്തില്ല. കാരണം ഇത് നേത്രാവതി എക്സ്പ്രസ് ആയിരുന്നു. 3 മണിക്ക് വരുമെന്ന് പറഞ്ഞ ട്രെയിനാണ് ഇപ്പോൾ 5:30 കെട്ടെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് സത്യം. എനിക്ക് ഇപ്പം എൻ്റെ കൺമുന്നിൽ ആരെങ്കിലും ചൊറിയുന്ന വർത്താനമായിട്ട് എൻ്റെ മുന്നിൽ വന്ന അവരുടെ കാര്യം പോക്കാണ്. ഇത്രയും നേരം എങ്ങനെയാണ് വെയിറ്റ് ചെയ്തിരുന്നതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഇത്രയും ക്ഷമയുണ്ടായിരുന്നോ? എനിക്ക് മനസ്സിൽ നല്ല സങ്കടമുണ്ട്. കാരണം ഞാനാണ് ഈ ട്രെയിൻ ബുക്ക് ചെയ്തത്. ഞങ്ങൾ വന്നത് പരശുറാമിലായിരുന്നു. പരശുറാമൊക്കെ എപ്പോഴേ പോയി കഴിഞ്ഞെന്നറിയാവോ. ഞങ്ങൾ വന്ന ട്രെയിൻ തിരിച്ചും പോയി. എന്നിട്ട് ഇപ്പോൾ നേത്രാവതി എക്സ്പ്രസ് ഇങ്ങനെ ആടിപ്പാടി വരുന്നു. എനിക്ക് കാണുമ്പോൾ ദേഷ്യം വരുന്നു. കണ്ടോ, ദൂരെ നിന്ന് വരുന്നത് കണ്ടോ, ഇഴഞ്ഞിഴഞ്ഞ് വരെയാണ്. ഇതിന് ശേഷം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു മൂഡില്ലായിരുന്നു കേട്ടോ. മൊത്തം കയ്യിൽ നിന്ന് പോയ ഒരവസ്ഥയായിരുന്നു. ആ റെയിൽവേ സ്റ്റേഷനിൽ നല്ല ആവി എടുക്കുന്നുണ്ടായിരുന്നു. അതായത് നല്ല വെയിലും നല്ല ചൂടും. ഇത്രയും നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് എൻ്റെ അവസ്ഥ അത് മനസ്സിലാക്കാൻ പറ്റുമോയെന്ന്. എന്തായാലും അതിനുശേഷം വീഡിയോ ഒന്നും എടുത്തില്ല. ഞങ്ങൾ ട്രെയിനിൽ കയറി ഏതോ ഒരു സമയമായപ്പോൾ വീട്ടിൽ കയറി, അത്ര തന്നെ. എന്തായാലും അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.